നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൻ സ്കീമിലൂടെ പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 9084 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. അനാഥയായ സ്ത്രീയെ ഫ്ളാറ്റിലെത്തിച്ച് പീഡിപ്പിക്കുകയും ക്രൂരമായി മർദ്ദിച്ച് അവശയാക്കിയ ശേഷം ഉപേക്ഷിക്കുകയും ചെയ്ത കേസിലെ പ്രതികളെ 2 വർഷത്തിനു ശേഷം അറസ്റ്റ് ചെയ്തു. കൊണ്ടോട്ടി മേലങ്ങാടി സ്വദേശി പാറയിൽ വീട്ടിൽ പി മുഹമ്മദ് ഷാഫി, പട്ടാമ്പി പരദൂർ സ്വദേശി മുഹമ്മദ് ഷബീൽ, കൊണ്ടോട്ടി സ്വദേശിയായ വല്ലിയിൽ വീട്ടിൽ മുഹമ്മദ് ഫൈസൽ എന്നിവരെയാണ് കോഴിക്കോട് കുന്നമംഗലം പോലീസ് ഇൻസ്പെക്ടർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. 2022 ജൂണിലാണ് കേസിനാസ്പദമായ സംഭവം. മൊബൈൽ ഫോൺ വഴി പരിചയപ്പെട്ട അനാഥയായ സ്ത്രീയെ 3 പേരും ചേർന്ന് കുന്നമംഗലത്തെ ഓടയാടി എന്ന പേരിലുള്ള ഫ്ളാറ്റിൽ എത്തിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. തുടർന്ന് മുഖത്ത് ചൂടുവെള്ളം ഒഴിക്കുകയും ഭീകരമായി മർദ്ദിക്കുകയും ചെയ്തു. സാരമായി പരിക്കേറ്റതിനെ തുടർന്ന് ഇവർ 1.5 വർഷത്തോളമായി അബോധാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. കുന്നമംഗലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും ഇരയുടെ മൊഴിയെടുക്കാൻ കഴിയാത്തത് പ്രതിസന്ധിയിലാക്കി. ഇരയെ പിന്നീട് മലപ്പുറം പുളിക്കലിലുള്ള ഒരു പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. ഇരയുടെ മൊഴിയെടുക്കാനാകുന്ന സാഹചര്യത്തിൽ എത്തിയപ്പോൾ അന്വേഷണ സംഘം ഇവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു. പ്രതികളെക്കുറിച്ച് ഏകദേശ ധാരണ ലഭിച്ചെങ്കിലും ഇവർ ഉപയോഗിച്ചിരുന്ന മൊബൈൽ നമ്പറുകൾ ഒഴിവാക്കിയതും താമസ സ്ഥലത്തു നിന്ന് മാറിയതും ചെറിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. തുടർന്ന് അന്വേഷണം ഊർജിതമാക്കിയ പോലീസ് ഇവർ മുൻപ് താമസിച്ചിരുന്ന സ്ഥലങ്ങളിലെത്തി ഫോട്ടോ ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും ഫോട്ടോ ഇരയെ കാണിച്ച ശേഷം ഇവർ തന്നെയാണ് കുറ്റക്കാർ എന്ന് ഉറപ്പിക്കുകയും ചെയ്തു. തുടർന്ന് പ്രതികളെ പിടികൂടുന്നതിനായി CI ശ്രീകുമാർ, SI മാരായ സനിത, സന്തോഷ്, സുരേഷ്, ASI അലീന, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിശോഭ, പ്രമോദ്, അജീഷ്, സിവിൽ പോലീസ് ഓഫീസർ വിപിൻ എന്നിവരുൾപ്പെട്ട 3 ടീമായി തിരിഞ്ഞാണ് തിരച്ചിൽ നടത്തിയത്. പ്രതികളെ കൊണ്ടോട്ടി, കോഴിക്കോട്, മലപ്പുറം എന്നിവിടങ്ങളിൽ നിന്നുമാണ് പിടികൂടിയത്. ന്യൂസ് ഡെസ്ക്, മലപ്പുറം.